ഫോട്ടോഷൂട്ട് എന്നതിലപ്പുറത്ത് അടിപ്പാതയ്ക്ക് ശാശ്വത പരിഹാരമായി മാസ്റ്റർ പ്ലാൻ പോലും തയ്യാറാകാൻ ആവാത്ത ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്ന മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ. പഴയങ്ങാടി റെയിൽവേ അണ്ടർബ്രിഡ്ജിലെ റോഡിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൻ്റെ ആദ്യഘട്ടം ഒപ്പുമുതൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളും മറ്റൊക്കെ നടന്നു എന്നതിനപ്പുറത്ത് ഈ അടിപ്പാതയ്ക്ക് ഒരു ശാശ്വത പരിഹാരമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നമ്മുടെ പ്രതിനിധികളായി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും പോകുന്ന പ്രതിനിധികളും ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് വന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ വർഷമാണ് SU റഫീഖ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 12-ാം തീയതി രാവിലെ 10 മണിക്ക് ജനങ്ങളെ കബളിപ്പിച്ച, ജനങ്ങളെ വഞ്ചിച്ച സർക്കാരിനെതിരെയും MLA-ക്കെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ് മുസ്ലിം ലീഗ്. നമുക്കറിയാം അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്കറിയാം. ഈ സമരം തുടർന്ന് കൊണ്ടേയിരിക്കും. സമരത്തിന്റെ രണ്ടാം ഘട്ടം ആഗസ്റ്റ് 12-ന് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. M പവിത്രൻ, O ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു സമരവുമായിട്ട് മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് നാടകമോ അല്ലെങ്കിൽ കുറെ കാട്ടിക്കൂട്ടലോ പോസ്റ്ററുകളോ അല്ല വേണ്ടത്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു നടപ്പാത കൊണ്ട് വെറും കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ BV റോഡിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമല്ല, മാട്ടൂൽ എന്ന് പറയുന്ന പഞ്ചായത്തിലെയും ഇതിനടുത്തുള്ള എല്ലാ മാടായി പഞ്ചായത്തിലെയും ഒക്കെ കുട്ടികളടക്കം ജോലിക്ക് പോകുന്ന ആൾക്കാരടക്കം അനവധി